അട്ടപ്പാടിയിൽ മധു വധക്കേസിൽ വിധി പറയുകയാണ്. ഇപ്പോൾ അപ്പീലിൽ ആ കേസിൽ അപ്പീലിൽ വിധി പറയുകയാണ്. ഒന്നാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. മേച്ചേരിൽ ഹുസൈൻ എന്നയാളെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ബിനിൽ വിശദാംശങ്ങളുമായി. ബിനിൽ, വിധി പ്രസ്താവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരള മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു അട്ടപ്പാടിയിൽ മധു എന്ന ആദിവാസി യുവാവിനെ മർദ്ദിച്ചു കൊന്ന കേസ്. ആ കേസിൽ ഇപ്പോൾ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നതാണ് വാർത്ത. കേസിലെ പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്നതായിരുന്നു സർക്കാരിന്റെ അപ്പീൽ. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണം. വിചാരണ കോടതി വെറുതെ വിട്ട 3 പ്രതികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സർക്കാർ അപ്പീലിന് പോയത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി. പ്രദീപ്, വിശദാംശങ്ങൾ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അല്പസമയം മുൻപാണ് അപ്പീലുകൾ പരിഗണിച്ചു തുടങ്ങിയത്. നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് കേസിലെ ഒന്നാം പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ്. അതായത് താവളം പാക്കുളം മേച്ചേരിയിൽ ഹുസൈൻ എന്ന 59 വയസ്സുകാരനെയാണ് ഒന്നാം പ്രതിയായി ചേർത്തിരുന്നത്. ഇയാളെ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. മറ്റുള്ള പ്രതികളുടെ കാര്യത്തിലുള്ള ഉത്തരവ് ലഭ്യമായി വരുന്നതേയുള്ളൂ. കേസിന്റെ തുടർ നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആകെ 16 നടപടി ശരിവച്ചിരിക്കുകയാണ്. പ്രദീപ്, കേസിലാകെ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത് പോലീസിന്റെ എഫ്ഐആറിൽ. ഇതിൽ 2 പേരെ മണ്ണാർക്കാട് കോടതി വെറുതെ വിട്ടിരുന്നു. മറ്റ് 14 പ്രതികൾ. ഈ 14 പ്രതികളിൽ 13 പ്രതികൾക്ക് 7 വർഷം തടവും 1 ലക്ഷം രൂപ വീതം പിഴയുമായിരുന്നു വിധിച്ചിരുന്നത്. മറ്റൊരു പ്രതിക്ക് അല്പം കൂടി താഴ്ന്ന ശിക്ഷയാണ് വിധിച്ചിരുന്നത്. ഈ 14 പ്രതികളിൽ കേസിലെ ഒന്നാം പ്രതിയെ ചേർത്തിരുന്ന മേച്ചേരി ഹുസൈനെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. മറ്റ് പ്രതികൾ കുറ്റക്കാര് എന്നും ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതേസമയം ഇവർക്കുള്ള ശിക്ഷാവിധി എന്ന് പറയുന്നത് നേരത്തെ വിചാരണ കോടതി വിധിച്ച അതേ ശിക്ഷാവിധി തന്നെയാകുമോ, അതോ മധുവിന്റെ കുടുംബം ആവശ്യപ്പെട്ട അപ്പീൽ, അതായത് ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു മധുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ അറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ഏതാണ്ട് 9:30 മണിയോടുകൂടിയാണ് 14 പ്രതികളെയും തവനൂരിൽ നിന്ന് ഇവിടെ ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കിയത്. കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ ഈ കേസ് പരിഗണിക്കുകയും ചെയ്തു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കേസെന്ന ഒരു പ്രാധാന്യമാണ് ഈ കേസിന് ഉണ്ടായിരുന്നത്. ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള കുറ്റത്തിനാണ് ആദിവാസി യുവാവായ മധുവിനെ പ്രതികൾ കൈകാര്യം ചെയ്തതും മധു മരണത്തിന് ഇരയായി മാറിയതും. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരുന്നത്. നേരത്തെ ഈ കേസിൽ ആകെ 104 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്, മധുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ. ഈ 104 സാക്ഷികളിൽ മധുവിന്റെ ബന്ധുക്കളായ ചിലർ ഉൾപ്പെടെ 23 സാക്ഷികൾ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രതികൾ വീണ്ടും ജയിലിലാതോടുകൂടിയാണ് ഈ കൂറുമാറ്റം നിലച്ചത് എന്ന് പറയാം. എന്തായിരുന്നാലും കേരളം ഏറെ ചർച്ച ചെയ്യുകയും വ്യാകുലപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു കേസാണ് അട്ടപ്പാടിയിലെ ആദിവാസി യുവാവായ മധുവിന്റെ മരണം. ആ കേസിലാണ് ഇപ്പോൾ അപ്പീലുമായി മധുവിന്റെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ എത്തിയതും ഹൈക്കോടതി ആ അപ്പീൽ പരിഗണിച്ചതും. ഇതിനാണ് കേസിലെ ഒന്നാം പ്രതിയായ മേച്ചേരി ഹുസൈനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് പ്രതികളുടെ കാര്യത്തിൽ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ടു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. മറ്റ് പ്രതികളുടെ വിചാരണ കോടതി ശിക്ഷ ശരിവച്ചിരിക്കുന്നു. 16-ാം പ്രതി മുനീറിന്റെ ശിക്ഷ ഉയർത്തിയിട്ടുണ്ട്. പ്രദീപ്, ഇപ്പോ വിവരങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. 16-ാം പ്രതിയുടെ ശിക്ഷ ഉയർത്തിയിട്ടുണ്ട്. ഈ വധക്കേസിലാകെ 16 പ്രതികൾ, അതിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഈ ഒന്നാം പ്രതിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം അതെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ശ്രീജ, പ്രസക്തമായ ചോദ്യം തന്നെയാണിത്. പക്ഷേ ഈ വിധി പകർപ്പിന്റെ വിശദാംശങ്ങൾ ലഭ്യമായി എങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തത ഉണ്ടാവൂ. സ്വാഭാവികമായും തെളിവ് ശേഖരണത്തിലെ എന്തെങ്കിലും അഭാവം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടാവാം. പക്ഷേ കോടതി എന്താണ് ഈ ഒന്നാം പ്രതിയെ വെറുതെ വിടുന്നതിന് ന്യായീകരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകണമെങ്കിൽ വിധിപ്പകർപ്പ് ലഭ്യമാകേണ്ടതുണ്ട്. അതേസമയം മറ്റ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ശിക്ഷ ഉയർത്തും മുൻപ് അല്ലെങ്കിൽ വിധിക്ക് മുൻപ് പ്രതികൾക്ക് പറയാനുള്ളത് കൂടി കോടതികൾ കേൾക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രതികൾക്ക് പറയാനുള്ളത് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമേ ഇവരുടെ കാര്യത്തിലുള്ള വിധി പ്രസ്താവം ഉണ്ടാവുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ വിധിച്ചിരുന്ന
7 വർഷം തടവ് എന്നുള്ള ആ ശിക്ഷ ഒപ്പം 1 ലക്ഷം രൂപ പിഴയും അത് ശരിവയ്ക്കുക തന്നെയാണോ ചെയ്യുക, അതോ മധുവിൻ്റെ കുടുംബത്തിൻ്റെ അപ്പീൽ പരിഗണിച്ച് ഇവർക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ ഉയർത്തുമോ എന്ന കാര്യത്തിലാണ് ആകാംക്ഷയുള്ളത്. മധുവിൻ്റെ കുടുംബാംഗങ്ങൾ അല്പസമയത്തിനകം ഇവിടെ എത്തും. ഈ കേസിൻ്റെ തുടക്കം മുതൽ അവരെ പിന്തുണച്ചിരുന്ന ചില സാമൂഹിക പ്രവർത്തകരുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് ഹൈക്കോടതിയിലേക്കുള്ള യാത്രയാണ്. നിമിഷങ്ങൾക്കകം തന്നെ അവർ ഇവിടെ എത്തിച്ചേരും. അവരുടെ പ്രതികരണവും ലഭ്യമാകേണ്ടതുണ്ട്. എന്തായിരുന്നാലും സമൂഹ മനസാക്ഷിയെ ഉലച്ച ഒരു കേസിൽ ഇത്രമാത്രം വാദപ്രതിവാദങ്ങൾ നടന്ന അല്ലെങ്കിൽ പ്രമാദമായ ഒരു കേസിൽ എങ്ങനെയാണ് ഒന്നാം പ്രതിയെ വെറുതെ വിടാനിടയായ സാഹചര്യം? അതും വിചാരണ കോടതി ശിക്ഷിച്ചതാണ് ഒന്നാം പ്രതിയെ. ഈ ഒന്നാം പ്രതിയെ ഹൈക്കോടതി വെറുതെ വിടാനിടയായ സാഹചര്യം എന്ത് എന്ന് വ്യക്തമാകണമെങ്കിൽ ഹൈക്കോടതി ഉത്തരവിൻ്റെ പൂർണ്ണമായ പകർപ്പ് ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം മറ്റ് പ്രതികൾക്കുള്ള ശിക്ഷ ശരിവയ്ക്കുകയാമോ ചെയ്യുക, അതോ അവർക്കുള്ള ശിക്ഷ ഉയർത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരും. നിലവിൽ മറ്റ് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തങ്ങളുടെ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിന് ശേഷം അവർക്കുള്ള ശിക്ഷാവിധിയുടെ കാര്യത്തിൽ തീരുമാനമാകും. ശരി, എന്തായാലും കോടതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഓരോ പോയിന്റായിട്ട് ഇപ്പോൾ ഇങ്ങനെ വിവരങ്ങൾ പുറത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ.